അപ്പോൾ ഈ ഭേദഗതികളോടുകൂടി പ്രമേയം അംഗീകരിക്കാമെങ്കിൽ കൈയുയർത്തി അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. എതിരായിട്ട് ആരുമില്ല, നിഷ്പക്ഷവുമില്ല. പ്രമേയം അംഗീകരിച്ചതായി അറിയിക്കുന്നു. അടുത്തത് ഭാവി പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുതായി തിരഞ്ഞെടുത്ത സെക്രട്ടറി സഖാവ് എം പി ഗോവിന്ദൻ മാഷ് അവതരിക്കും. സഖാക്കളെ, പാർട്ടിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സമ്മേളനമായി ഈ സമ്മേളനം മാറുന്നു എന്ന കാര്യത്തിൽ സംശയം ഉള്ളതല്ല. പതിറ്റാണ്ടുകളായി കേരളത്തിലെ പാർട്ടി ബാധിച്ചുകൊണ്ടിരുന്ന വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചുകൊണ്ട് നാം ആകെ മുന്നോട്ടേക്ക് പോയിരിക്കുന്നു എന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുക. തെറ്റായ ചില പ്രവണതകൾ പാർട്ടിയിലുണ്ട് എന്നത് നാം കാണുകയുണ്ടായി. അതെല്ലാം അവസാനിപ്പിക്കാനാണ് ഈ റിപ്പോർട്ട് കാലത്ത് നമ്മുടെ ദൗർബല്യങ്ങളെയെല്ലാം സ്വയം വിമർശനപരമായി എടുത്തു പറഞ്ഞ് പരിശോധിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ പ്രവണതകളെയും അവസാനിപ്പിക്കാനുള്ള ദൃഢനിശ്ചയമാണ് ഈ സമ്മേളനത്തിലൂടെ നാം പ്രഖ്യാപിക്കുന്നത്. ഐതിഹാസികമായ നിരവധി പ്രക്ഷോഭങ്ങളിലൂടെ, ധീര രക്തസാക്ഷിത്വങ്ങളിലൂടെ വളർന്നു വന്നതാണ് നമ്മുടെ പാർട്ടി. കയ്യൂരിൻ്റെ മണ്ണിൽ നിന്നാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ എക്കാലത്തെയും ഊർജ സ്രോതസ്സായി നിലകൊള്ളുന്ന കയ്യൂരിൻ്റെ മണ്ണിൽ നിന്നാണ് ഈ സമ്മേളനത്തിലേക്ക് പതാക നാം എത്തിച്ചത്. അതേപോലെ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ചരിത്രം കുറിച്ച പുന്നപ്ര വയലാർ സമര പോരാട്ടത്തിൻ്റെ കേന്ദ്രമായ വയലാറിൽ നിന്നാണ് നാം ദീപശിഖ ഇവിടെ എത്തിച്ചത്. ശൂരനാടിൻ്റെ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ ഓർമുഖങ്ങളിൽ നിന്നാണ് നമുക്ക് കുടിമരം ഇവിടെ എത്തിക്കാനായത്. ഭൂതകാല ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള നിരവധി പോരാട്ടങ്ങളിലൂടെ സ്വന്തം ജീവിതം തന്നെ സമൂഹത്തിനും പാർട്ടിക്കും വേണ്ടി സമർപ്പിച്ച എല്ലാ രക്തസാക്ഷികളുടെയും ആവേശവും ഇതിൻ്റെ തുടർച്ചയുമാണ് ഈ പ്രസ്ഥാനം. കൂടുതൽ ഉയരത്തിലേക്ക് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നയിക്കുക, മുന്നോട്ടേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ സഖാവ് സീതാറാം യെച്ചൂരിയും സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന രീതിയിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണനും നൽകിയ നേതൃത്വം, സമീപകാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് റസൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ വേർപാട്, പഴയകാല പാർട്ടി നേതാക്കളുടെ പട്ടികയിൽ ഏറ്റവും പ്രമുഖരായ സഖാവ് എം ലോറൻസും ആനത്തലവട്ടം ആനന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ യോഗം എല്ലാം കൃത്യതയോടെ മനസ്സിലാക്കി പാർട്ടിയെ ഏകോപിതമായ രീതിയിൽ ഒറ്റക്കെട്ടായി കൂട്ടായ്മയിലൂടെ മുന്നോട്ടേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. തൊഴിലാളി വർഗ രാഷ്ട്രീയം ശക്തി പ്രാപിച്ചു വരുമ്പോൾ ലോകത്തെല്ലാം കണ്ടതുപോലെ പിന്തിരിപ്പന്മാരും ഒന്നായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ആമുഖത്തിൽ മാർക്സും എംഗൽസും ചൂണ്ടിക്കാണിച്ചതുപോലെ അവരെല്ലാം നമുക്കെതിരായിട്ട് മുമ്പോട്ടേക്ക് വരുമെന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. വർത്തമാന കേരളത്തിൽ
ഇത്തരമൊരു അജണ്ട വികസിക്കുന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അവയ്ക്കെല്ലാം എതിരായി ശക്തമായ ആശയ രാഷ്ട്രീയ സമരം നമുക്ക് നയിക്കാനാവണം. പാർട്ടി സംഘടനയെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മാത്രമേ ഈ സുപ്രധാനമായ കടമ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുതകുന്ന വിധം നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് എതിരാളികളുടെ തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാണിക്കുന്ന വിധം മാധ്യമരംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം. എല്ലാ വർഗീയ രാഷ്ട്രീയ ശക്തികളെയും സൂക്ഷ്മാംശത്തിൽ തന്നെ മനസ്സിലാക്കി അത് കടന്നു വരുന്ന വഴികളെ പ്രതിരോധിച്ചുകൊണ്ട് ഇടപെടുന്ന രീതി നമുക്ക് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആഗോളവൽക്കരണ നയങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്കെതിരെ നമുക്ക് ഉജ്ജ്വലമായ പോരാട്ടം ശക്തിപ്പെടുത്തുകയും വേണം. നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് നാം ഈ സമ്മേളനം അവസാനിക്കുമ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തിയായ സാമ്പത്തിക പ്രതിരോധം ഉൾപ്പെടെയുള്ള നിലപാടുകളെ പ്രതിരോധിച്ചുകൊണ്ട് ഈ കേരളത്തിൽ നിന്ന് വിഭവങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് തന്നെ പിന്നോട്ടേക്ക് പോകാൻ മനസ്സില്ല എന്നും കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി പുതിയ ഒരു കേരളം സൃഷ്ടിക്കാൻ, നവകേരള സൃഷ്ടിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാവരെയും മുഖവിലക്കെടുത്ത് അവരുടെ എല്ലാം പരിപൂർണമായ പിന്തുണയോടുകൂടി നമുക്ക് നവകേരളം സൃഷ്ടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുയരുന്ന പുതിയ വെല്ലുവിളികളെ സംബന്ധിച്ച് നമുക്ക് ധാരണ വേണം. അവയെ മറികടക്കാൻ പുതിയ വഴികൾ തേടിക്കൊണ്ട് തന്നെ നമുക്കതിനെ സംബന്ധിച്ചെല്ലാം വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഈ സമ്മേളനം അവസാനിക്കുന്നത്. 1957 VMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോകത്താദ്യമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ സ്വതന്ത്രന്മാരുൾപ്പെടെ ചേർന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിച്ചത് 1957 കേരളത്തിലാണ്. അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ ആധുനിക കേരളത്തിന് അടിത്തറയിട്ട, തുടർന്ന് ജന്മിത്വം തന്നെ ഇല്ലാതാക്കാനായ ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഇപ്പോഴും തന്നെ ആലോചിക്കാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും പരിപക്വമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തിയ ഈ ഭൂതകാല ചരിത്രത്തെയെല്ലാം സ്മരിക്കുകയും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിത സമർപ്പണം, അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആധുനിക കേരളത്തിൻ്റെ അസ്ഥിവാരം പടുത്തിരുന്നത്. അതിൽ നിന്നുകൊണ്ട് ത്രസിക്കുന്ന വർത്തമാനത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനും ഭാവിയിലേക്ക് വിരൽ ചൂണ്ടി ഒരു 10-20 വർഷക്കാലം കൂടി കഴിയുമ്പോൾ ഇന്നത്തെ സ്ഥിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായാൽ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് പുതിയ കേരളം, നവകേരളം എന്നുള്ളതുകൊണ്ട് പാർട്ടി അർത്ഥമാക്കുന്നത് എന്ന് നവകേരളത്തിൻ്റെ പുതുവഴികൾ സംബന്ധിച്ചുള്ള രേഖ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി തന്നെ ആ കാര്യം ഈ സമ്മേളനത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് നമുക്ക് ആവേശം നൽകുന്ന ഒന്നാണ്. എല്ലാ അർത്ഥത്തിലും ഈ എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കുന്ന, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എതിരായിട്ട് നിലകൊള്ളുന്ന ഈ നിലപാടുകൾക്കെല്ലാം എതിരായി പാർട്ടി ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് പോകേണ്ടത്. ആ രീതിയിലുള്ള ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി വീണ്ടും സെക്രട്ടറിയായിട്ട് എന്നെ തിരഞ്ഞെടുത്ത മുഴുവൻ സഖാക്കളെയും ഈ സന്ദർഭത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങളോടെല്ലാം ഒപ്പം ചേർന്ന് സ്ഥാനപ്പെടുത്തി ഏതെങ്കിലും നേതാവൊന്നുമല്ല പാർട്ടിയെ നയിക്കുന്നത്. പാർട്ടി കൂട്ടായ്മയുടെ ഭാഗമാണ്. ഈ കൂട്ടായ്മ ഫലപ്രദമായിട്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട്
കേരളത്തെ പുതിയ രീതിയിലേക്ക് പാവപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെയാകെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പ്രക്രിയയിൽ നമുക്കെല്ലാം പാർട്ടി എന്ന രീതിയിൽ മുന്നോട്ടേക്ക് കുതിക്കാനാവണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഭാവി കടമകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും ഈ വൈകിയ വേളയിൽ ഞാനിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടി സംഘടനയെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന സുപ്രധാനമായ കടമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. അതിനാവശ്യമായ പരിപാടികൾ ആവിഷ്കരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നാണ് ഭാവി പരിപാടിയിൽ ചൂണ്ടിക്കാണിച്ചത്. ബഹുജന വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും നല്ല ഊന്നലുണ്ടാവണമെന്നും ദിനാചരണ പരിപാടികൾ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ബഹുജന വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കണമെന്നും പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നമ്മൾ കണ്ടുകഴിഞ്ഞു. വർഗ ബഹുജന സംഘടനകളുടെ രാഷ്ട്രീയ ധാരണകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് നമ്മൾ കണ്ടു. യുവജന പ്രസ്ഥാനം യൂണിറ്റ് തലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാവണം. പാർട്ടികൾ, നമ്മുടെ പാർട്ടി യൂണിറ്റുകൾ, നമ്മുടെ ബ്രാഞ്ചുകൾ, അതെല്ലാം തന്നെ ഓരോ ബ്രാഞ്ചിൻ്റെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ യൂണിറ്റുകൾ രൂപീകരിച്ച് മുമ്പോട്ടേക്ക് പോകും എന്നുള്ളതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ സാംസ്കാരിക രേഖ അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ തീർച്ചയായും ആവിഷ്കരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ വനിതകൾക്കിടയിൽ പിടിമുറുക്കിയിട്ടുള്ള വർഗീയ ശക്തിയുടെ, മതരാഷ്ട്രവാദികളുടെ ശ്രമങ്ങളെ നമുക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കണം. സംഘടനാ സംവിധാനം, വനിതാ സംവിധാനം ശക്തിയായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. ബ്രാഞ്ചുകളെ ശക്തിപ്പെടുത്തണം. അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികളെയും ജില്ലാ കമ്മിറ്റികളുടെയും പ്രവർത്തനം അതിനുവേണ്ടി, ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ഉൾപ്പെടെ അതിനുവേണ്ടി ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനാവണം. ഇത്തരത്തിലുള്ള എല്ലാ സംഘടനാപരമായ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം ഞാനിപ്പോഴിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഏതാണ്ട് ഈ തീരുമാനങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി അതുവഴി വരുന്ന 3 കൊല്ലക്കാലം, 25ാം പാർട്ടി കോൺഗ്രസ് വരെയുള്ള കാലം ഈ സംഘടനയെ ശക്തിപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഊർജ സ്രോതസ്സായി ഈ പാർട്ടി സംവിധാനമാകെ മുമ്പോട്ടേക്ക് പോകും. അതിനെല്ലാവരുടെയും പിന്തുണയുണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കാതെ മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. സ്വാഗത സംഘത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നത് ജനറൽ കൺവീനർ സഖാവ് എസ് സുദേവൻ. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രസിഡിയം, പാർട്ടി നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, സന്തോഷകരമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. 4 ദിവസക്കാലമായി നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം 25,000 റെഡ് വോളണ്ടിയർമാരുടെ പരേഡും 2 ലക്ഷം ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന റാലിയോടുകൂടി ആശ്രാമം മൈതാനത്ത് സമാപിക്കുകയാണ്. 30 വർഷക്കാലത്തിനു മുമ്പ് 95 ഫെബ്രുവരി 25 മുതൽ 28 വരെ പാർട്ടി സംസ്ഥാന സമ്മേളനം നടന്ന അതേ ഹാളിലാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം ഏറ്റവും കരുത്തോടും അച്ചടക്കത്തോടും ആത്മധൈര്യത്തോടും കൂടി നടത്തി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വീണ്ടും കരുത്തു നൽകാനും വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയത്തക്ക ആവേശം വിതറിക്കൊണ്ടാണ് സംസ്ഥാന സമ്മേളനം ഇവിടെ സമാപിക്കുന്നത്. 3 മാസക്കാലത്തെ ചിട്ടയായ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കായിക കലാ രംഗത്ത് ഇടപെടാനും വിപുലമായ
പ്രചരണം സംഘടിപ്പിക്കാനും നിരവധി വിലക്കുകളും പ്രതിസന്ധികളും ഉണ്ടായിട്ട് അതിനെയെല്ലാം ശക്തിയായി എതിർത്ത് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ കഴിയത്തക്ക നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം പൂർത്തീകരിക്കപ്പെടാറുള്ളത്. തുടർന്ന് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും കന്റോൺമെന്റ് മൈതാനിയിൽ നിന്നും 3 മണിക്ക് ചുവപ്പ് വോളണ്ടിയർമാരുടെ പരേഡും ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ബഹുജന റാലിയും ആശ്രാമത്ത് സമാപിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തിച്ചേരും. കൊല്ലം മഹോത്സവത്തിൻ്റെ പുസ്തകം പ്രതിനിധികൾക്ക് വിതരണം ചെയ്തു. ചരിത്ര പ്രദർശനത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ നിലയിൽ വിപുലമായ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് ആണ് ഈ സമ്മേളനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനം സംഘാടക സമിതി സംഘടിപ്പിച്ചത്. അതോടൊപ്പം സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുൻ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ജനവിഭാഗങ്ങളുടെ സഹായ സഹകരണവും ലഭിച്ചിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ ഇടപെടാൻ, എല്ലാ തൊഴിൽ മത്സരങ്ങളും സംഘടിപ്പിക്കാൻ, കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉയരമുള്ള 2500 അടി ഉയരമുള്ള രാജാക്കൂപ്പ് എന്ന് പറയുന്ന പാറയുടെ മുകളിൽ പതാക ദിനത്തിന് 24 ചെറുപ്പക്കാർ വനത്തിൽ കൂടി 3 മണിക്കൂർ സമയം സഞ്ചരിച്ച് 24 പതാക ഉയർത്തുകയും ആ സന്ദർഭത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ മത്സരം സംഘടിപ്പിക്കുകയും കബഡി മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രീലങ്കൻ മിലിറ്ററിയും ശ്രീലങ്കൻ പോലീസും എല്ലാം ഇവിടെ എത്തപ്പെട്ട അനുഭവം സമ്മേളനം നടത്തുന്നതിന് ഞങ്ങൾക്ക് ആവേശം പകർന്ന സംഭവം. ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത PB കോർഡിനേറ്റർ ആയിട്ടുള്ള സഖാവ് പ്രകാശ് കാരാട്ടിന് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയും PB അംഗവുമായ സഖാവ് പിണറായി വിജയൻ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നവകേരളത്തിന്റെ കാഴ്ചപ്പാട് ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തക്ക നിലയിലുള്ള അഭിപ്രായവും തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻകൈയെടുത്ത് ആദ്യവസാനം പങ്കെടുത്ത കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് നന്ദി രേഖപ്പെടുത്തും. സമ്മേളനത്തിൽ പങ്കെടുത്ത PB അംഗങ്ങളായ സഖാക്കൾ ബൃന്ദ കാരാട്ട്, BV രാഘവലു, സഖാവ് MA ബേബി, അശോക് ദൗഡെ, മുതിർന്ന PB അംഗം S രാമചന്ദ്രൻ പിള്ള, സുഭാഷ് അലി, സഖാവ് A വിജയരാഘവൻ, സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തും. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ബിജു കിഷൻ, കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് AR സിന്ധു എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. സമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രസിഡിയം, വിവിധ കമ്മിറ്റികൾ, സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സഖാക്കൾ, വോളണ്ടിയർമാർ, മാധ്യമ പ്രവർത്തകർ, ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് എല്ലാ അർത്ഥത്തിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവർക്കും, എല്ലാ പ്രതിനിധി സഖാക്കൾക്കും വർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാസംഘം പരമാവധി സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി പോരായ്മ വരാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് സ്വാസംഘത്തിനുള്ളത്. ചെറിയ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനോടൊപ്പം എല്ലാം സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള പ്രതിനിധികളെയും ബന്ധപ്പെട്ടവരെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് സമ്മേളനം നടന്നു കഴിഞ്ഞാൽ വോളണ്ടിയർമാർ ഇന്ന് പിരിയുന്നില്ല. നാളെ ഈ പട്ടണവും മൈതാനവും പൂർണ്ണമായി ശുചീകരിക്കുന്ന പ്രവർത്തനം കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.
ഈ പ്രകടനത്തിന്റെ ഒറ്റ കാര്യം ഒന്ന് പറയാനുണ്ട്. അത് 4 മണിക്കാണ് പ്രതിനിധികളുടെ ഇവിടുന്ന് പ്രകടനം ആരംഭിക്കുന്നത്. ഇവിടുന്ന് തന്നെയാണ് ഭക്ഷണം കഴിഞ്ഞ് ഈ സ്ഥലത്തുനിന്ന് തന്നെ, ഇതിന്റെ മുന്നിൽ നിന്ന് തന്നെയാണ് പൊതുപ്രകടനം ആരംഭിക്കുന്നത്.